ഭയങ്കരമായിട്ട് ഇത് പുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണിക്കാൻ പറ്റാഞ്ഞിട്ടാ. ഇവൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് കേട്ടോ. 500 ലിറ്ററാണ് ഇവൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ആക്ച്വലി ദർ ആർ ഹോൾസ്, പക്ഷേ ഇത് ലൈക്ക് ഫോർ ദ നെയിം സേക്ക് ആണ്. നമ്മളൊരിക്കലും കൈ വെച്ച് നോക്കണോ? വേണ്ട, ഒരു പേടി. ഇപ്പം ഞാൻ ഫുൾ പെഡൽ കൊടുത്താൽ പോലും ഇതുണ്ടോ, അവൻ ആ ഗ്രിപ്പ് കൺട്രോൾ ചെയ്ത് ലോജിക്കലി തന്നെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഉദയ്പൂരിലെ താജിൽ നിന്ന് ഒരു വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ നോർമലി നിങ്ങളുടെ അടുത്ത് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വല്ല ഒരു കാറൊക്കെ ആയിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ ഇന്നൊരു കാറില്ല, നമ്മുടെ ഇവിടെ 25 കാസ് കിടപ്പുണ്ടായിരുന്നു. അത് തന്നെ ടാറ്റയുടെ curve.ev ആണ്. ഇപ്പോൾ 25 നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല, നമുക്ക് അതിൻ്റെ 25ാമത്തെ നമ്പറാണ് കിട്ടിയേക്കുന്നത്. അതായത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള വണ്ടിയാണ് നമുക്കിത് മീഡിയ ഡ്രൈവിന് വേണ്ടി തന്നേക്കുന്നത്. അപ്പോൾ ഉദയ്പൂർ താജിൽ വെച്ചിട്ട് ഇവരുടെ മീഡിയ ഡ്രൈവ് നടക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടായിട്ട് നമുക്ക് വണ്ടി ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവൻ്റെ റേഞ്ച് നമുക്ക് നോക്കാം, അതുപോലെ ഇവൻ്റെ ആക്സലറേഷൻ നോക്കാം, ഇവൻ്റെ ബ്രേക്ക് ടെസ്റ്റ് നോക്കാം. അങ്ങനെ A to Z ഇവന് പുതിയ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ A to Z നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഓടിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് പറയുന്നില്ല, ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10-15-20 കിലോമീറ്റർ ഓടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയത്തുള്ളൂ. പക്ഷേ ആദ്യമായിട്ട് നമുക്ക് ടാറ്റ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു പുതിയ കീ എന്ന് പറയുന്നത്. ഇതിൻ്റെ അത് ടാറ്റയുടെ ലോഗോ പോലും കൊടുത്തിട്ടില്ല. അവരുടെ പുതിയ EV എന്ന് പറയുന്ന .ev എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡോസിലേക്ക് വരുമ്പോൾ നമ്മളിത് ടെസ്ല ഡോസ് എന്നൊക്കെ പറയുന്ന പോലെ ആ ലക്ഷറി ഫീൽ തരുന്ന ലൈക്ക് കംപ്ലീറ്റ്ലി എയറോഡൈനാമിക്സത്തിന് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ബോഡിയിലേക്ക് പോകുന്ന രീതിയിലുള്ള ലൈക്ക് എന്താണ് പറയുന്നത്, ഡോർ ഹാൻഡിൽസാണ് അവന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇത് പ്രസിയോണ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണല്ലോ. ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് വരുന്ന ഇൻറ്റീരിയറും കളറും എല്ലാം ഇതുപോലെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് നമ്മളിതിലേക്ക് ഒന്ന് ഈ കളർ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇത് ഇതിൻ്റെ കളറിൻ്റെ പേര് എന്തോ ഒരു സംതിങ് ബ്ലൂ ആണ്. ഇവരുടെ ഏറ്റവും പുതിയൊരു കളറാണ്, നേരിട്ട് കാണാൻ രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവനിപ്പോൾ ടാറ്റയ്ക്ക് ഇവിടെ ഒരു ലൈക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന വേറൊരു കളർ എന്ന് പറയുന്നതാണ് ആ കിടക്കുന്ന ഗ്രേ. ആ ഗ്രേയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഗ്രേ കളർ എന്ന് പറയുന്നത്. ഇതും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ നെക്സോണിൻ്റെ ഒക്കെ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് കളറായിട്ടുള്ള ഗ്രേ ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓൾറെഡി കാണുന്ന കളറാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനതെടുക്കാതെ ബ്ലൂ ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നമ്മുടെ ബ്ലൂവിൽ തന്നെ ബാക്കി റിവ്യൂ ചെയ്യാം. പിന്നെ ഫ്രണ്ടിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ പറയാം കേട്ടോ. ഇവിടെ നിന്ന് പറയാത്താണ്, നമുക്ക് എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ്, അതിൻ്റെ ബാറ്ററി എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, അതിന് ഒരു പുതിയൊരു ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ജസ്റ്റ് വണ്ടിയിലോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ്. അവനവിടെ കിടന്ന് സർക്കസ് കാണിക്കുന്നതിൻ്റെയാണ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ നമുക്ക് AC, നമുക്ക് ഭയങ്കര ജലദോഷം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ AC ഇത് നമുക്ക് കുറച്ചിട്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ റേഞ്ച് കണ്ടോ, 396 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. സ്പോർട്സ് മോഡിലേക്ക് ഇട്ടപ്പോൾ അത് വീണ്ടും കുറഞ്ഞു. പക്ഷേ എക്കോ മോഡിൽ ഇട്ടപ്പോൾ കണ്ടോ 420 കിലോമീറ്ററാണ് ഇവന് റേഞ്ച് കാണിക്കുന്നത്. ഇത് ആക്ച്വലി കിട്ടുന്ന റേഞ്ച് ഇവന്മാർക്ക് ഏതാണ്ട് 585 കിലോമീറ്റർ എങ്ങാണ്ട് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. അത് ക്ലെയിം ചെയ്തില്ല, പക്ഷേ പ്രാക്ടിക്കലി ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റേഞ്ചാണ് ഇവന് കൊടുത്തേക്കുന്നത്. എക്കോ തന്നെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഡ്രൈവ് എടുത്തതിലേക്ക് ഇടുക, ഇത് റിലീസ് ചെയ്യുക. നമ്മൾ എക്കോ മോഡിലാണ്. ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറയും അടിപൊളിയാണ്. ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റിവേഴ്സ് എടുക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി, കൈയല്ല കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഈ രീതിയിൽ വളരെ ലൈക്ക് നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയ എക്കോയിലാണെങ്കിൽ തന്നെ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സൗണ്ട് കേട്ടോ. അതാണ് പെഡസ്ട്രിയൻ അലർട്ടിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് കൊടുത്തേക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഞാനിത് ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് റിവ്യൂ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ദണ്ട പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ലൈക്ക് ആ താജിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ വെയിൽ തെളിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഔട്ട്സൈഡ് ഷോട്ട്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഡിസൈൻ ലാംഗ്വേജ് പറഞ്ഞു തരുവാണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ പുതിയ ഒരു ടാറ്റയുടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു LED സ്ട്രിപ്പിംഗ് അല്ലെങ്കിൽ LED ബാർ തന്നെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ കീ വരുന്നത്. നമുക്ക് അൺലോക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഒരു ആനിമേഷൻ കൃത്യമായിട്ട് കാണാം. ലോക്ക് ചെയ്താലും ആ ഒരു രീതിയിലുള്ള
ത്രൂ ഔട്ട് ഒരു ആനിമേഷൻ അതിലൂടെ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ഡിസൈൻ വരുമ്പം ഇവന് ഇപ്പോഴത്തെ പുതിയ വണ്ടികളൊക്കെ പോലെ തന്നെ ബമ്പറിൽ തന്നെയാണ് ലൈറ്റ്സ് വെച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് അത് ലൈക്ക് LED ലൈക്ക് പ്രൊജക്ടർ സെറ്റപ്പാണ്. ഫ്രണ്ടിൽ ഇതിന് ലെവൽ 2 അഡാസ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിന് ശരിക്കും ഗ്രില്ലിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ആക്ച്വലി ദെയർ ആർ ഹോൾസ്. പക്ഷേ ഇത് ലൈക്ക് ഫോർ ദ നെയിം സേക്കാണ് അതുമൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. ഈ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുന്നതിന് മുന്നേ ഫ്രണ്ടിലത്തെ ഈ ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ടല്ലോ, ഇത് പഴയ പോലെ ചില വണ്ടികൾക്കൊക്കെ നിങ്ങളിപ്പോൾ തുറന്ന് കിടക്കുന്ന കാണത്തില്ല, ഇത് അതിന് വരത്തില്ല. ഇത് ഓട്ടോമാറ്റിക്കാണ്. നമുക്ക് അകത്തും തന്നെ ഇത് ഓപ്പൺ ആക്കാനും കണ്ടോ, അകത്തുനിന്ന് ഈ രീതിയിൽ അവൻ ഓപ്പൺ ആവും. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സ്പീഡ് എത്തുമ്പോഴത്തേക്ക് തന്നെ ക്ലോസ് ആയിക്കോളും. ഇല്ലെങ്കിൽ അത് അവന് അവിടെ നിന്നാണെങ്കിലും അവന് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ത്രൂ ഔട്ട് ഒരു ഡിസൈൻ അതിൽ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രങ്ക് ഉണ്ട്, ഫ്രങ്ക് തുറന്ന് കാണിക്കാം. തുറന്ന് കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ അതാണ് 18 ഇഞ്ചിൻ്റെ വലിയ വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മറ്റേ ഡീറ്റെയിൽഡ് വീഡിയോ മറ്റേ നമ്മൾ ഈ ലോഞ്ചിൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് ഇത് 190 190 215 കേട്ടോ. 215 55 R18 ആണ്. പിന്നെ ഈ വീൽസിന് ഇങ്ങനത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് മാക്സിമം എയറോഡൈനാമിക്സും പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലുള്ളൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴും സൈഡ് പ്രൊഫൈൽസ് ഭയങ്കര ക്ലീനാണ്. അതിന് കാരണം എന്താ, ഡോർ ഹാൻഡിൽസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ടെസ്ല സ്റ്റൈൽ ഡോർ ഹാൻഡിൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിലിന് എല്ലാം ഇവിടെ ഒരു ഇലുമിനേഷൻ വരുന്നുണ്ട്. അത് രാത്രിയിൽ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് രാത്രിയിൽ കാണുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ ലോഞ്ചിൻ്റെ വീഡിയോയ്ക്കകത്ത് ഭയങ്കരമായിട്ട് പൊങ്ങി ഒരു തടിയൻ വണ്ടി ഇരിക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ചാടി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല, കുറച്ചൊരു സഡിലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഉറുസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറുസിൻ്റെ അത്ര ലോവേഡല്ല, ബട്ട് ലൈക്ക് ഇറ്റ് ലുക്സ് ഗുഡ്, ഇറ്റ് ലുക്സ് ഫൈൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് അടിപൊളിയായിട്ടില്ല, അത് ത്രൂ ഔട്ട് പോകുന്ന കാണാനായിട്ട്. പിന്നെ ഏതാണ്ട് ലൈക്ക് സൈഡിൽ ക്യാമറാസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമ്മുടെ വലിയ സൺറൂഫ് വരുന്നത്, അത് കാണിച്ചു തരാം. നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഇവൻ്റെ മെയിൻ ഒരു അട്രാക്ഷനാണ് കേട്ടോ. ടെയിലൈറ്റ്സ് അല്ല, ഇവൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു തൊഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞ് ആ തൊഴിക്കുമ്പോൾ കറക്റ്റായിട്ട് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. മറ്റേ ടെയിലൈറ്റ്സ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിവൻ്റെ ഒരു ഹൈലൈറ്റഡ് സാധനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ 500 ലിറ്ററാണ് ഇവൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ 2 സീറ്റ്സ് കൂടെ മടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 958 ലൈക്ക് ലിറ്റർ റൗണ്ട് ഇറ്റ് അപ്പ് ആൻഡ് കോൾ ഇറ്റ് 1000. അപ്പോൾ 1000 ലിറ്റർ അവനവിടെ സ്പേസ് വരുന്നുണ്ട്. ഇത് വലിയൊരു സ്പേസാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ മറ്റേ ഒരു 18 ഇഞ്ചിൻ്റെ വീൽ ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് 18 ഇഞ്ചിൻ്റെ അതിൻ്റെ അടിയിൽ. ഇത് നമുക്ക് നോർമലി വരുന്ന 3.3 കിലോവാട്ടിൻ്റെ ചാർജറാണ്. ഇത് രണ്ടും വണ്ടി തരുന്നതല്ല, നമ്മുടെ ബാഗുകളാണ്. ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ കണക്ഷൻ വേണ്ടിയിട്ടുള്ളതും മറ്റേ വെഹിക്കിളിൻ്റെ ലോഡിനുള്ള സെറ്റപ്പും അങ്ങനത്തെ എല്ലാ സെറ്റപ്പുകളും ഇവിടെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് കൃത്യം അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പണിയുന്നില്ല. ഓഫ് ചെയ്യാനാണെങ്കിലും അടയ്ക്കാനാണെങ്കിലും ഇലക്ട്രോണിക് ആയതുകൊണ്ട് അത് അടഞ്ഞോളായിരിക്കും. കൈ വെച്ച് നോക്കണോ? വേണ്ട, ഒരു പേടി. ചിലപ്പോൾ സ്റ്റക്ക് ആവത്തില്ലായിരിക്കും, പക്ഷെ എന്നാലും എനിക്കൊരു പേടിയുണ്ട്. കർവ്ഡ് ടി വി. ഇതാണ് ഇവൻ്റെ ഒരു എക്സ്റ്റീരിയർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലും ചെറിയൊരു സ്പേസ് ഉണ്ട്. 11 ലിറ്ററിൻ്റെ മുകളിൽ ഇവിടെ സ്പേസ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഈ ഒരു സൗണ്ട് കേട്ടോ, ഈ ഒരു സൗണ്ട് ഇതാണ് ആക്ച്വലി കേട്ടോ മറ്റേ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് മാറുന്നതിന് വേണ്ടി പാസഞ്ചർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിന് ഇവരൊരു പേര് വിളിക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് കൃത്യം അറിയില്ല. നമുക്കത് ഓപ്പൺ ചെയ്യാൻ നമ്മൾ നോർമലി മറ്റേ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ അവിടെ ഒരു സ്വിച്ചാണ്, ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഫ്രണ്ടിലത്തെ ഫ്രങ്ക് എന്ന് പറയുന്നത്. ഇതൊരു 11.5 ലിറ്റർ. നമുക്ക് വേണ്ട ചാർജർ ഇവിടെ വെക്കാം, ചെറിയ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പറ്റും. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ സ്പീക്കർ, ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കിലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ്. നീ വിട്ടടാ, മറ്റേ പണ്ട് നമ്മൾ ടാറ്റയുടെ പറയുന്ന പോലെ വിട്ട് അത്ര വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരത് കുറച്ചുകൂടെ ലൈക്ക് ആ രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിടിച്ചു. അപ്പം നമ്മൾ കുറേ നേരം പല ആക്സലേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ കേരളത്തിലല്ലാത്ത നമ്മുടെ ഉദയ്പൂരിലെ ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ഇതാട്ടോ ഇവൻ്റെ ഗിയർ ലിവർ വരുന്നത്. റിവേഴ്സ് ഉണ്ട്, ന്യൂട്രലുണ്ട്, ഡ്രൈവ് ഉണ്ട്. പാർക്കിലിടുമ്പോൾ എപ്പോഴും പാർക്കിടുക, നേരെ എടുത്ത് ഡ്രൈവിലോട്ട് ഇട്ട്. ഇത് മറ്റേ നെക്സോണിലൊക്കെ കുറച്ച് സ്റ്റക്ക് ആവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഇത്ര നേരം യൂസ് ചെയ്തിട്ട് ഗ്ലിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരെ എടുത്ത് ഡ്രൈവിലോട്ട് ഇട്ടു. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇത് ഫ്രണ്ടിലത്തെ ലോക്ക് അൺലോക്ക് കാണാം. നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള ലോക്ക് അൺലോക്ക്, പിന്നെ അതുപോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. വണ്ടി ഓഫ് ആണെങ്കിൽ മാത്രമേ തുറക്കാനുള്ള ഓപ്ഷൻ വരത്തുള്ളൂ. ഡിക്കി തുറക്കാനുള്ള ഉണ്ട്. ഈ ഹോൾഡിനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ല ഡൗൺ ഹില്ലിനുള്ള അസിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലോക്കുണ്ട്, 360 ഡിഗ്രി ക്യാമറയുണ്ട്. സെഗ്മെൻറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് 360 ഡിഗ്രി ക്യാമറയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ഒന്നൂടെ കാണിച്ചു തരാം. ലൈക്ക് സെഗ്മെൻറ്റിലെന്നല്ല ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറസിലൊന്നാണ്. പിന്നെ താഴെ വരുമ്പോൾ AC-യുടെ കൺട്രോൾസ് ഉണ്ട്. ഇതെല്ലാം ടച്ചാണ്. ഐ എം നോട്ട് എ ഫാൻ ഓഫ് ടച്ച്. ഇത് നമ്മുടെ ബേസിക്കലി ഇപ്പോൾ എല്ലാ ടാറ്റയ്ക്കകത്ത് പണ്ട് ബെൻസിലൊക്കെ എല്ലാ ബെൻസിനും ഏകദേശം ഒരേ ഫീലാണെന്ന് പറയുന്ന പോലെ എല്ലാ ടാറ്റയ്ക്കും ഏകദേശം ഒരു ഫീലാണ്. നമുക്ക് പിന്നെ ഇവിടെ 3 മോഡ്സ് ഉണ്ട്. 3 മോഡ്സ് അനുസരിച്ച് മറ്റേ ഇത് മാറുന്നുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ ആംബിയൻ ലൈറ്റിങ്ങും മാറുന്നുണ്ട് ഓരോന്നനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കേരളത്തിലല്ലാത്ത ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈവേയിലേക്കാണ് വന്നേക്കുന്നത്. നമ്മളിതെടുത്ത് ഡ്രൈവിലേക്ക് ഇട്ടു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. സ്പോർട്സ് മോഡിലാണ്. ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
ബാക്കിൽ വണ്ടിയുണ്ട്. വണ്ടി അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കയറി. ഇതിനെ എന്നെ എക്സൈറ്റഡ് ആക്കിയ കർവി വീൽ എന്നെ എക്സൈറ്റഡ് ആക്കിയ വലിയൊരു ഫാക്ടറാണ്. ഞാൻ തൻ്റെ AC ഓഫ് ചെയ്തു. ബാക്കിൽ വണ്ടിയൊന്നുമില്ല, അത് ഫുൾ പെഡൽ. കയറ്റമായിട്ട് പോലും ഇവൻ്റെ ഒരു ആക്സലറേഷൻ കണ്ടോ, ഒന്നും പറയാനില്ല. ലൈക്ക് നോ വേർഡ്സ് എന്ന് പറഞ്ഞാൽ നോ വേർഡ്സ്. അതുപോലെ ഫുൾ പവറിൽ കയറുന്നുണ്ട്. നമുക്ക് ഇതുണ്ടോ, ലെയിൻ അസിസ്റ്റും ലെയിൻ കൺട്രോളും ഒക്കെ വരുന്നുണ്ട്. അതിന് 3-4 സെറ്റിങ്സ് ഉണ്ട്, 3-4 മോഡ്സിൽ നമുക്ക് ഇടാം. ഞാൻ ജസ്റ്റ് വാണിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. കറക്റ്റ് അവനത് കൺട്രോൾ ചെയ്ത് നിർത്തിക്കോളും. നമ്മൾ പറഞ്ഞത് ലൈക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് മറ്റേ അഡാസിൻ്റെ ലെവൽ 2 വരുന്നുണ്ട്. ലെയിനസ് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യം മനസ്സിലായില്ല, വേണം അവരോട് ചോദിക്കായിരുന്നു. അപ്പോൾ അത് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. നമ്മുടെ ലെയിനിൻ്റെ ലൈക്ക് അപ്പുറത്തെ ലെയിനിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് വരുന്നുണ്ട്. നമ്മൾ ബേസിക്കലി കാണുന്ന ഒരു വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൺറൂഫ്, പനോറമിക് സൺറൂഫാണ് ഇതിന് വരുന്നത്. ലെയിൻ ഡിപ്പാച്ച വാണിംഗ് കാണിച്ചിട്ടുണ്ടോ ലെയിൻ മാറുന്ന സമയത്ത്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഇത് ലെയിനിൽ കീപ്പ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യെസ്, ആ ലെയിനിൽ തന്നെ വണ്ടി കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണ്ട എല്ലാവിധ. പിന്നെ ഈ ലെയിൻ ഡിപ്പാച്ചറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓവർടേക്ക് ചെയ്യാൻ നേരത്ത് അവൻ ചെറിയൊരു തിരിച്ചു പിടുത്തം വരും. അപ്പോൾ അത് സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ് പുള്ളിങ്. അപ്പോൾ നിങ്ങളെ എനിക്ക് സ്പീഡ് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് പറയാം 120, 130, 140, 150 വരെ ഒരു കുലുക്കം പോലും ഇല്ലാതെ വണ്ടി പുള്ളി ചെയ്ത് കയറ്റി. നമ്മുടെ 3 സീരീസ് പോലും ഒരു 160 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇല്ല, 3 സീരീസ് കയറും. പക്ഷെ എന്നാൽ പോലും ഇത് ആ ഒരു രീതിയിൽ കണ്ടാൽ നമുക്ക് ഇറ്റ് ഡസൻറ്റ് സ്റ്റോപ്പ്, നമ്മളെ നിർത്താൻ സമ്മതിക്കുന്നില്ല. ആക്സലറേഷൻ അതുപോലെ അത് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു സപ്പോർട്ട് വെഹിക്കിളുണ്ട്, ഇന്നോവ. നമ്മുടെ ക്രിസ്റ്റ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് അവൻ നമ്മുടെ പുറകെ പിടിക്കാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പുള്ള ഇത് ലൈക്ക് ഭയങ്കര കേട്ടോ. നമ്മൾ ഇതിൻ്റെ പവർ വരുന്നതുകൊണ്ട് 123 kW അല്ലെ സംതിങ് എങ്ങാണ്ടാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇത് കറക്റ്റ് പവർ ഫിഗേഴ്സ് പറഞ്ഞിട്ടില്ല, പക്ഷേ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാല് കൊടുക്കുമ്പോഴത്തേക്കും അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവൻ്റെ സ്റ്റെബിലിറ്റി ഇത് ലൈക്ക് കണ്ടോ, ഇത്രയും ഹൈ സ്പീഡ്സിലാണെങ്കിൽ പോലും വണ്ടി എന്ത് സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കി. അത് ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ കൂടെ ആയിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ഇവനത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ ആ ലൈറ്റ് ഫുള്ള് ഓണാക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിസ്പ്ലേക്ക് അത്രയും വലിയ ലൈക്ക് കളർ തോന്നിക്കഴിഞ്ഞ്. നമ്മൾ ഹോം ബട്ടണിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്കിപ്പോൾ RK.EV എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഗെയിംസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ചാർജിങ് സ്റ്റേഷൻ എന്നുള്ളത് അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള കുറേ പുതിയ ടെക്നോളജി ആപ്സും കാര്യങ്ങളൊക്കെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ജെൻ സീനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ജെൻ വൈനെ സംബന്ധിച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. JBLൻ്റെ സ്പീക്കേഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഇവരെല്ലാം JBL ആയിട്ട് അസോസിയേഷൻ ഉള്ളതുകൊണ്ട് JBLൻ്റെ സ്പീക്കേഴ്സ് തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ പനോറമിക് സൺറൂഫ് ആണെങ്കിലും വളരെ വലുതാണ്, നല്ല രീതിയിൽ ഓപ്പണപ്പ് ആയിട്ട്. ബാക്ക് സീറ്റിലിരുന്ന് ഞാൻ കാണിച്ചില്ല. ബാക്ക് സീറ്റിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ആക്സലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അത്യാവശ്യം വണ്ടി നല്ല പറന്ന് കയറിക്കോളും. പിന്നെ ഇതിൻ്റെ അകത്ത് പാഡിൽസ് കൊടുത്തിട്ടുണ്ട്. പാഡിൽസിൽ നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതായത് പാഡിൽസിൽ ഇതിൻ്റെ റീജനറേഷനാണ്. അപ്പോൾ നമുക്ക് വളവിലൊക്കെ ചെറിയൊരു എൻജിൻ ബ്രേക്കിംഗ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ റീജനറേഷൻ കൂട്ടിയിട്ടാൽ മതി. അപ്പം വീണ്ടും ഓട്ടോമാറ്റിക് വൈപ്പേഴ്സാണ്, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഒരു ലോറി വരുന്നുണ്ട്. എന്നാൽ പോലും ഞാനിപ്പോൾ സിറ്റി മോഡായിരുന്നു, നേരെ തിരിച്ച് എക്കോ മോഡ് മാറ്റി സ്പോർട്സ് മോഡ് ഇട്ടു. ഒറ്റ ആക്സലറേഷൻ ഈ ഒരു രീതിയിൽ അവൻ കയറുന്നുണ്ട്. ആൻഡ് ഓൾസോ ബ്ലൈൻഡ് സ്പോട്ടിലേക്കുള്ള ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ്റെ ബ്രേക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ വണ്ടിയൊന്നുമില്ല. ഞാൻ ഈ ഹൈവേയിൽ നിന്ന് മാറി, ഇത് കേരളത്തിലല്ല, 4 ഡിസ്ക്കാണ്. ഈ ഒരു രീതിയിൽ അവൻ നിന്നോളും. അടിപൊളി ബ്രേക്കിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ആ 6 ലൈൻ ഹൈവേയിൽ തന്നെയാണ്. സിറ്റി മോഡിലിടുമ്പോഴും ആ ഒരു പുള്ള് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്കോ ആണ്. വീണ്ടും സ്പോർട്സിലിടുമ്പോഴും ഭയങ്കരമായിട്ട് ഇത് പുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കത് കാണിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. വൻ രീതിയിലാണ് ഇത് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി അത്യാവശ്യം സ്റ്റേബിളാണ്. പിന്നെ നമ്മൾ ഈ ഇലക്ട്രിക്കൽ മോട്ടറുകൾ സാധാരണ വെയിറ്റ് കുറവായതുകൊണ്ട് ഫ്രണ്ടിലത്തെ ഇതിപ്പോൾ നമ്മൾ ഒറ്റ ഫുൾ പെഡൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കിടന്ന് കറങ്ങും. അല്ലെങ്കിൽ നമ്മൾ വെട്ടിക്കുമ്പോഴത്തേക്കാണെങ്കിലും ആ ഒരു ലൈക്ക് കറക്കം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ലൈക്ക് ഗ്രിപ്പ് കിട്ടാത്ത പോലെ. പക്ഷേ ഇതിന് അത് കൃത്യമായിട്ട് തന്നെ അതിനെ ടാക്കിൾ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ലൈക്ക് വീൽസ് സ്പിന്നാവുന്നുണ്ടെങ്കിൽ പോലും അതിന് അവർ കൃത്യമായിട്ട് ട്രാക്ഷൻ ഇല്ലാത്ത രീതിയിൽ പോകരുതെന്നുള്ള രീതിയിൽ അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു റഫ് റോഡ്സിലും കൂടെ കയറ്റാം. കാരണം ഇതൊരു കൂപ്പാണല്ലോ, ലൈക്ക് ഒരു SUV കൂപ്പാണല്ലോ. അപ്പോൾ ഒരു റഫ് റോഡ്സിലൂടെ കയറ്റി അവിടെ എങ്ങനെയുണ്ട് ഇവൻ്റെ പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ നമ്മൾ ഇത്രയും നേരം ഇതുപോലെ ആക്സലേഷനും ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ റേഞ്ച് കണ്ടല്ലോ അല്ലേ. നമ്മളൊരു 2 മണിക്കൂറായിട്ട് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ടും അവൻ്റെ റേഞ്ച് ആ രീതിയിൽ തന്നെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെ സസ്പെൻഷൻ ആണെങ്കിലും സ്റ്റേബിൾ തന്നെ. ഇവിടെ ഞാൻ പറയുന്നില്ല, നമുക്ക് അപ്പുറത്തെ റോഡിലെത്തിയിട്ട് പറയാം. നിങ്ങളുടെ അടുത്ത് എൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ്സിൽ അത്യാവശ്യം വളരെ സ്റ്റേബിളാണ്. നമ്മൾ കണ്ട ഇവിടെ ഒരു ചെറിയൊരു കുണ്ടും കുഴിയൊക്കെ ഉള്ളൊരു വഴിയിലോട്ട് വണ്ടി കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇപ്പോൾ ഞാൻ ഫുൾ പെഡൽ കൊടുത്താൽ പോലും ഇതുണ്ടോ
അവൻ ആ ഗ്രിപ്പ് കൺട്രോൾ ചെയ്ത് ലോജിക്കലി തന്നെ അപ്ലൈ ചെയ്യിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി നല്ല സ്റ്റേബിളായിട്ട് ക്ലൈംബ് ചെയ്ത് പോകുന്നുണ്ട്. നേരത്തെ അകത്ത് ഹെഡ് മോഡ്, സാൻഡ് മോഡ് എന്നൊക്കെ പറഞ്ഞ് പല മോഡുകളുണ്ടായിരുന്നു. ഇതാണ് വഴി. ഞാൻ കണ്ട കുറച്ചുകൂടെ ഇങ്ങനെ തന്നെ ഓടിക്കുക. എന്നാൽ പോലും സസ്പെൻഷൻ എന്തുമാത്രം സ്റ്റേബിളായിട്ടാണ് സസ്പെൻഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കി. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ അവൻ നല്ല ഇതുണ്ടോ. ആൻഡ് ഓൾസോ ഒരു സൗണ്ട് കേട്ടോ. അതാണ് ഇവരുടെ മറ്റേ പുതിയ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള 20 കിലോമീറ്റർ താഴെയാണെങ്കിൽ ഇവൻ ആ ഒരു നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നമുക്ക് ജസ്റ്റ് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ താഴവും നമുക്ക് ജസ്റ്റ് ട്രൈ വേണ്ട, അങ്ങോട്ട് കയറണ്ട, ഇങ്ങോട്ട് പോയി നോക്കാം. സസ്പെൻഷൻ ആണെങ്കിൽ നമുക്കൊരു റാലിക്കാർ കൊണ്ടു നടക്കുന്ന പോലെ ലൈക്ക് അത്രയും നല്ല സസ്പെൻഷനാണ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വന്നാണ്ട് നമ്മൾ ആ കുഞ്ഞു വഴി കയറി ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മൾ രാജസ്ഥാനിലാണ്. നല്ല അടിപൊളി ഇത് കണ്ട രാജസ്ഥാനാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല പച്ചപ്പും നല്ല മഴയും നല്ല ഭംഗിയുള്ളൊരു, വെയിലും ഇല്ല എന്നാൽ ചൂടുമില്ല, മഴയില്ല, നല്ലൊരു ക്ലൈമറ്റാണ്. ലൈക്ക് നമുക്ക് ഇവിടെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. അത്യാവശ്യം ഒരു ലൈക്ക് ബുദ്ധിമുട്ടുള്ളൊരു ട്രാക്കാണ്. 2 വീൽ ഡ്രൈവാണ്. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കയറ്റി നോക്കി